പതിവ് രീതികളിൽ നിന്ന് വിപരീതമായി അതിരാവിലെ തന്നെ പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുക്കാനെത്തിയ റവാഡ എ ചന്ദ്രശേഖരനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പോലീസ് ആസ്ഥാനത്തേക്ക് സ്വീകരിച്ചത്. തുടർന്ന് 41ാമത് സംസ്ഥാന പോലീസ് മേധാവിയായി ക്രമസമാധാന ചുമതലയുള്ള ADGP എച്ച് വെങ്കടേഷിൽ നിന്ന് റവാഡ അധികാര ബാറ്റൺ ഏറ്റുവാങ്ങി. പിന്നീട് പോലീസ് ആസ്ഥാനത്തെ വീരസ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ച റവാഡ ചന്ദ്രശേഖരന് സേനയുടെ ആദരവ്. Special Guard! Jan Salute! Free Sun! ക്രമസമാധാനം ശക്തിപ്പെടുത്തുമെന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുമെന്നും പുതിയ പോലീസ് മേധാവിയുടെ പ്രഖ്യാപനം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിന് റിവ്യൂ ചെയ്തിട്ട് ശക്തമായി മുന്നിൽ കൊണ്ടുപോകണം. അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക ശ്രമം ഉണ്ടാവും. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഫാമിലി പാർട്ടിസിപ്പേഷൻ ഉൾപ്പെട്ടിട്ട് എങ്ങനെ നമ്മൾ അവയർനെസ് കൂട്ടുക, ഈ മയക്കുമരുന്നിനെ ഉപയോഗത്തിന് കുറക്കാനുള്ള പ്രിവെന്റ് ചെയ്യാനുള്ളത് ചെയ്യുക. Then along with that, very strong action against those who are indulging in the perpetrators, basically any peddlers and others will be definitely handled with. അതേസമയം തന്റെ നിയമനം സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി. I have no comments to offer on that one. DGP വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. താൻ പോലീസിന്റെ ക്രൂരതകളുടെ ഇരയാണെന്ന് പറഞ്ഞ് കണ്ണൂർ എടക്കാട് സ്വദേശിയായ ബഷീർ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഡയസിനടുത്തേക്ക് എത്തുകയായിരുന്നു. സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ചാണ് ഇദ്ദേഹത്തെ കോൺഫറൻസ് റൂമിന് പുറത്തേക്ക് മാറ്റിയത്. മുൻപ് കണ്ണൂരിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലും ബഷീർ സമാനമായ തരത്തിൽ വേദിയിൽ കയറി തടസ്സം സൃഷ്ടിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് ആസ്ഥാനത്തെ AIG G പൂങ്കുഴലി അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം.